നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വിജയാഹ്ലാദത്തിൽ കഴിയുന്ന UDF ക്യാമ്പിനെ ആശങ്കയിലാക്കുന്ന LDFിന്റെ മൂന്നാം ടേം പ്രവചിക്കുന്ന ഒരു സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. ഉത്തരേന്ത്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ മീഡിയ സ്ഥാപനമായ SN ന്യൂസ് നടത്തിയ പ്രീപോൾ സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഫലം 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള ദിശാസൂചികയാകില്ല എന്ന് തെളിയിക്കുന്ന ഒരു സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. LDFിന്റെ സീറ്റുകളുടെ എണ്ണം കുറയുമെങ്കിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ LDF മൂന്നാം വട്ടവും ഭരണം നിലനിർത്തുമെന്ന് തന്നെയാണ് SN ന്യൂസിന്റെ ഈ സർവേ ഫലം തെളിയിക്കുന്നത്. SN ന്യൂസിന്റെ ഈ സർവേ ഫലപ്രകാരം LDFിന്റെ സീറ്റുകൾ നിലവിലത്തെ ടാലിയിൽ നിന്നും 81 കുറയുമെന്നും UDF 56 സീറ്റ് വരെ നേടുമെന്നും NDA 3 സീറ്റുകളിൽ വിജയിക്കുമെന്നുമാണ് ഈ സർവേ ഫലം പ്രവചിക്കുന്നത്. നമുക്ക് ജില്ലകൾ തിരിച്ചുള്ള ഈ സർവേ ഫലത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്, അത് പരിശോധിക്കാവുന്നതാണ്. ആദ്യമായി മലബാറിലേക്ക് വരുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ 4 സീറ്റുകൾ UDF നേടുമെന്നാണ് ഈ സർവേ ഫലം പ്രവചിക്കുന്നത്. ഈ ജില്ലയിൽ UDFന് തന്നെയാണ് മേധാവിത്വം. LDF 1 സീറ്റിലേക്ക് ഒതുങ്ങുമെന്നും UDF 4 സീറ്റുകൾ നേടുമെന്നും സർവേ ഫലം പ്രവചിക്കുന്നു. ഇനി കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ UDFന് 5 സീറ്റും LDFന് 4 സീറ്റും NDAക്ക് 1 സീറ്റും പ്രവചിക്കുന്നു SN ന്യൂസ് സർവേ ഫലം. കണ്ണൂർ പോലൊരു ജില്ലയിൽ NDA 1 സീറ്റ് വിജയിക്കാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ് എന്നത് പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇവിടെയും LDFും UDFും കണ്ണൂർ ജില്ലയിലും സമാസമം എന്ന നിലയിൽ തന്നെയാണ് ഈ സർവേ ഫലത്തിലുള്ളത്. ഇനി കോഴിക്കോടിലേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട് 5 സീറ്റുകൾ UDF നേടുമെന്നും എന്നാൽ LDF 8 സീറ്റുകൾ നേടി അതിന്റെ ആധിപത്യം നിലനിർത്തുമെന്നുമാണ് ഈ സർവേ ഫലം പറയുന്നത്. ഇനി വയനാട്ടിലാണെങ്കിൽ വയനാട്ടിൽ UDF 2 സീറ്റുകളും LDF 1 സീറ്റും മാത്രമാകും നേടുക എന്നാണ് ഈ സർവേ ഫലം പറയുന്നത്. പൊതുവിൽ മലബാർ മേഖലയിലെ എല്ലാ ജില്ലകളിലും UDFിന്റെ കോഴിക്കോട് ഒഴികെ എല്ലാ ജില്ലകളിലും UDFിന്റെ ഒരു മേധാവിത്വമാണ് ഈ സർവേ ഫലം പ്രവചിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ 16 സീറ്റുകളിൽ UDF 12 എണ്ണം നേടുമെന്നും LDF 4 സീറ്റുകൾ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്നും ഈ സർവേ ഫലം പ്രവചിക്കുന്നുണ്ട്. അതേപോലെ പാലക്കാട് ജില്ലയിലെ 12 സീറ്റുകളിൽ UDF 4 സീറ്റുകളും LDF 8 സീറ്റുകളും നേടും എന്ന് ഈ സർവേ ഫലം പ്രവചിക്കുന്നുണ്ട്. അതോടൊപ്പം തൃശ്ശൂർ ജില്ലയിലേക്ക് വരികയാണെങ്കിൽ മന്ത്രി കെ രാജന്റെ അടക്കം മണ്ഡലങ്ങളുള്ള തൃശ്ശൂർ ജില്ലയിലേക്ക് വരുമ്പോൾ UDF 3, LDF 9, NDA 1 എന്നാണ് SN ന്യൂസിന്റെ സർവേ ഫലം പ്രവചിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ഇതാദ്യമായി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ NDA ഒരു അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുള്ളതായി ഈ സർവേ ഫലം പ്രവചിക്കുന്നുണ്ട്. ഇനി മധ്യ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ എറണാകുളം ജില്ല UDFിന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. പക്ഷെ അപ്പോഴും UDF അവിടെ 9 സീറ്റുകൾ നേടുമെന്നും LDF 5ഓളം സീറ്റുകൾ നേടുമെന്നും ഈ സർവേ ഫലം പ്രവചിക്കുന്നുണ്ട്. ഇനി ഇടുക്കിയിലേക്ക് വരികയാണെങ്കിൽ ഇടുക്കിയിൽ LDFിന്റെ ഒരു ആധിപത്യമാണ് ഈ സർവേ ഫലം പ്രവചിക്കുന്നത്. LDF 4 സീറ്റുകൾ വിജയിക്കും എന്ന് പറയുന്ന സർവേ ഫലം UDFന് വെറും 1 സീറ്റാണ് അനുവദിച്ച് നൽകുന്നത്. കോട്ടയം ജില്ലയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ 9 സീറ്റുകളുള്ള കോട്ടയത്ത് LDF 5 സീറ്റുകളും UDF 4 സീറ്റും നേടുമെന്നാണ് സർവേ ഫലം പ്രവചിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസ് മാണി വിഭാഗം അടക്കം LDFിൽ ഇപ്പോഴും ശക്തമായി തുടരുന്ന പശ്ചാത്തലത്തിൽ ഈ കോട്ടയത്തെ സർവേ ഫലത്തെയും അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി പത്തനംതിട്ട ജില്ലയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ട ആ മാജിക് LDFിന്റെ മാജിക് തുടരുമെന്ന് തന്നെയാണ് സർവേ ഫലം പ്രവചിച്ചിരിക്കുന്നത്. 5 സീറ്റുകളും 5ൽ 5 സീറ്റും LDF തന്നെ വിജയിക്കുമെന്ന് ഈ സർവേ ഫലം പറയുന്നു. ഇനി ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ അവിടെയും LDFിന്റെ മേധാവിത്വം തന്നെയാണ്. LDF 8 സീറ്റുകളും UDF 1 സീറ്റും വിജയിക്കുമെന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. ഇനി കൊല്ലം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ 11 സീറ്റുകളുള്ള കൊല്ലം ജില്ലയിൽ UDF വെറും 2 സീറ്റിൽ ഒതുങ്ങുമെന്നും LDF 9 സീറ്റുകൾ നിലനിർത്തുമെന്നും സർവേ ഫലം പ്രവചിക്കുന്നു. ഇനി തിരുവനന്തപുരം ജില്ല ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാന ജില്ലയിലേക്ക് വരികയാണെങ്കിൽ LDF 9 സീറ്റുകൾ നിലനിർത്തുമ്പോൾ UDF
4ലേക്ക് അവരുടെ ടാലി ഉയർത്തും. അതേസമയം NDA ഒരു സീറ്റ് നേടാനുള്ള സാധ്യതയും ഈ തെരഞ്ഞെടുപ്പിൽ SN സർവേ ഫലം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ആകെ മൊത്തത്തിൽ LDF 81 സീറ്റ് വിജയിക്കുമെന്നും UDF 56 സീറ്റ് നേടി പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കുമെന്നും NDA 3 അക്കൗണ്ട് തുറക്കുമെന്നുമാണ് ഈ സർവേ ഫലം പ്രവചിക്കുന്നത്. പക്ഷേ കണ്ണൂർ പോലെ ഒരു ജില്ലയിൽ NDA അക്കൗണ്ട് തുറക്കുമോ എന്നൊരു സംശയം ഈ സർവേ ഫലം കാണുന്ന ആർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും LDF ഒരു ആധിപത്യം തന്നെയാണ് ഈ വരുന്ന 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഈ SN എന്ന സർവേ നടത്തിയ ഏജൻസി വിലയിരുത്തുന്നത്. എന്തായാലും UDF ക്യാമ്പിന് നിലമ്പൂരിലെ വിജയത്തിൽ അധികം ആഹ്ലാദിക്കാൻ ഒന്നുമില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ സർവേ ഫലം. UDF നിലമ്പൂർ വിജയം കഴിഞ്ഞപ്പോഴുള്ള ഒരു നിലപാടെന്ന് പറയുന്നത് ഇനി 2026 വെറുമൊരു വളരെ എളുപ്പത്തിൽ വിജയിക്കാവുന്ന ഒന്നാണ് എന്നായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. നിലമ്പൂർ കേരളത്തിന്റെ മൊത്തം ഒരു ചിത്രമല്ല നൽകുന്നതെന്നാണ് ഈ സർവേ ഫലം വ്യക്തമാക്കുന്നത്. എന്തായാലും 3ാം വട്ടവും LDF ഭരണം ഉറപ്പിക്കുന്നതാണ് ഈ SN പ്രീ പോൾ സർവേ ഫലം.